ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാടല്ല, ഒരു 4-5 ദിവസത്തിന് ശേഷം നമ്മൾ എന്നാണ് വീഡിയോ എടുക്കുന്നതല്ലേ? നമ്മളൊരു 3-4 ദിവസത്തിന് ശേഷം ഇന്ന് നമ്മളങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ തിരക്കുകൾ കാര്യങ്ങളിലാണ്. അതായത് ഇപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, മിനിങ്ങാന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? അതായത് മിനിങ്ങാന്ന് നമുക്ക് ഒരു നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു എറണാകുളത്ത് എടപ്പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ നൗഫലിൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ നൗഫലും പോയിക്കായിരുന്നു. ഇന്നലെ പിന്നെ കൊണ്ടോട്ടിയിൽ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് അങ്ങനെ പോയിക്കായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരക്കിൽ പെട്ടിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഞാനും ചക്കരയും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മായും നൗഫലും സീനുവും മക്കളും കുട്ടികളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പ വഴിയെ പോണവരൊക്കെ ഇപ്പ അമ്മ വിളിക്കല്ലേ. അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ജലദോഷം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഗൈസ്. ഉമ്മാക്കല്ലേ ഡോക്ടറെ കാണിക്കാനാ? സ്കിൻ ഡോക്ടറെ കാണിക്കാനാ? അപ്പൊ ജലദോഷത്തിന് പോയതല്ലേ? അത് ശരി. അല്ല ഞാന് പിന്നെ എന്താണ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ജലദോഷം, എനിക്കും ജലദോഷമാണ് ഗൈസ്. ജലദോഷം വന്നു. ആദ്യം ആർക്കാ ജലദോഷം വന്ന്? കുട്ടികൾക്ക് വന്നു. പിന്നെ അതിനേശം ഇപ്പത് എനിക്കും വന്നു. ഇപ്പൊ നമ്മുടെ ചെറുതിനും ചെറിയൊരു ജലദോഷം ഉണ്ട്. അല്ല, കുട്ടികളിൽ നിന്ന് മുതിർന്നവർക്കും ജലദോഷം വരും. അല്ല അത് ശരി. ഞാൻ വിചാരിച്ചു ഇനി വാരി കോരി കൊടുക്കും. പ്രായപരിധിയൊന്നും ഇല്ലെന്നാ പറഞ്ഞു. വാ, ഞാൻ കരുതി വലിയ ആൾക്കാരെന്ന് ചെറിയ ആൾക്കാർക്ക് മാത്രമേ ജലദോഷം പോകുള്ളൂ എന്നാണ്. വരി വന്നോ, പിടിച്ചോ. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്. ഒരു ഹായ് കൊടുക്ക എല്ലാവർക്കും. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ്. ഹായ് കിട്ടി. ഒരു ടാറ്റ കൂടി കൊടുത്തു നോക്ക് എല്ലാവർക്കും കൂടെ. ടാറ്റ കൊടുത്താ മക്കളെ. ഇപ്പൊ ടാറ്റ കൊടുക്കും, ഹായ് പറയും. എന്തിന് ഞങ്ങളില്ലേ ഈ സമയമൊക്കെ ആയപ്പോഴേ എന്താ ഇങ്ങനെ കരഞ്ഞിട്ട് ബിറ്റങ്ങളൊക്കെ കരഞ്ഞിട്ട് ഞങ്ങൾ പോയി നടക്കാൻ കൊണ്ടുപോയി ഷാളൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതിന്റെ വിചാരം നടക്കാൻ പോയിട്ടാണ് ഞാൻ ഇവിടെ ഷാളൊക്കെ ഇട്ടിരിക്കല്ലേ വെറുതെ. നമ്മളെ കഴിഞ്ഞ വീഡിയോ ശരിയാണ്, നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ കൊണ്ടിറങ്ങിയൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. അപ്പോ ഇറങ്ങിയപ്പോ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചത്. അങ്ങനെ പോകണമെന്ന് വിചാരിച്ചത്. എന്നാ എന്നും ഇപ്പൊ അങ്ങനെ കറങ്ങാൻ നിക്കണ്ട കേട്ടോ. എന്നും അങ്ങനെ കറങ്ങാൻ നിക്കണ്ട. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ഗൈസ്. ഓക്കെ. എങ്ങനെ പൂച്ച വിളിക്കണേ? എല്ലാതും കാണിക്കും മക്കളെ. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നാണമാണ് എന്റെ കുട്ടിക്ക്. അബ്ബക്കൊരാ കൊടുത്ത അബ്ബക്ക് ആ കൊടുക്ക്. അബ്ബക്കൊരാ കൊടുക്ക്. അബ്ബെ അബ്ബനോട് ആ പറ. അബ്ബെ മതി. പൂച്ച മതി. ഒരു ഒറ്റ ആ കൊടുക്ക്. അബ്ബെ അബ്ബക്ക് ആ കൊടുക്ക്. ഒരു ഒറ്റ അബ്ബക്ക് ഒരു ഒറ്റതാ. അബ്ബക്കൊരു ഒറ്റ അബ്ബക്ക് ഒറ്റ എടുത്താ. അബ്ബക്ക് ഒറ്റ എടുക്ക്. മാത്രം ഒറ്റയില്ല കാക്കുനൊക്കെ നാട്ടുകാരെ മുന്നിൽ വെച്ച് തരൂല. ഉറങ്ങി കിടക്കുമ്പോ മക്കളെ പേരും തല്ലാണ് എന്നെ. ഞാൻ ഉറങ്ങി കിടക്കായിരിക്കും. ഇവിടെ വന്നിട്ട് നല്ല തല്ലാണ് എന്നെ തല്ലണത്. അത് സംഭവം ചിലപ്പോ ഞാൻ അറിയില്ല, ചിലപ്പോഴൊക്കെ അറിയും, ചിലപ്പോ നല്ല കിട്ടല് കിട്ടും. ഇപ്പൊ കുറച്ചു ഇവിടെ ഇരുന്നപ്പോ ഞാൻ കാല് നീട്ടി ഇവിടെ താഴത്തെ കാർപ്പറ്റിൽ അങ്ങനെ കാല് നീട്ടി അങ്ങനെ ഇരിക്കായിരുന്നു. ഇവിടെ എങ്ങനെ പിടിച്ചു നിന്നപ്പോ കൈ വഴുതിയിട്ടോ കാല് തെറ്റിയിട്ടോ എങ്ങനെ അടി തെറ്റി താഴെ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് ഇരുന്നു. ആ ദേഷ്യത്തിന് എന്റെ കാലിൽ ഒറ്റ കടി. ഏതാ സാധനം? കള്ളക്കരച്ചില് നോക്ക്. അബ്ബനോട് ആ പറ. അബ്ബക്ക് ആ കൊടുക്കും. അബ്ബക്ക് അടിയാണ് കിട്ടോ. അബ്ബക്ക് അടി കൊടുക്ക്. ഒരു പ്ലെയിൻ കിസ് കൊടുത്താ എങ്ങനെ പ്ലെയിൻ കിസ് കൊടുക്ക?
ഫ്ലൈങ് കിസ് കൊടുക്കാൻ പറഞ്ഞപ്പോ ചക്കക്കുരു കുത്തി എങ്ങനെ ചക്കക്കുരു കുത്തിക്കാന് അക്കത്തിക്ക് കളിക്കും എങ്ങനെയാ ചക്കക്കുരു കുത്തിയിട്ട് 4 പോലെ വേലി കെട്ടി കല്ലരിട്ട് കൂടെ പോയി അക്കത്തിക്ക് കളിച്ചു കൊടുക്കും കുഞ്ഞി. അക്കത്തിക്ക് കളിച്ചു കൊടുക്കും. എങ്ങനെ അക്കത്തിക്ക് കളിക്കണം? അക്കത്തിക്ക് തിക്ക് തിക്ക് അക്കത്തിക്ക് താന വരുമ്പോ അക്കത്തിക്ക് തിക്ക് എങ്ങനെ ടപ്പ് ടപ്പ് പാട്ട് പാടി കൊടുത്ത ടപ്പ് ടപ്പ് ചക്കക്കുരുവിനാണ് കാക്ക അറിഞ്ഞത്. എവിടെ പല്ല്? എവിടെ കുട്ടിയുടെ പല്ല്? എവിടെ ടാറ്റ പോണത് എവിടുക്കാ? ടാറ്റ എങ്ങനെ പോവാ? ടാറ്റ അന്ന് ഫുള്ള് പൂച്ചന്റെ. ഇനിയിപ്പോ ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇനിയിപ്പോ എന്ത് ചോദിച്ചാലും പൂച്ച തന്നെ. നമ്മക്ക് എങ്ങനെ അവ തരാ? നമ്മക്കൊരു അവ തന്നാണ്. നമ്മക്ക് തരില്ല, അബ്ബക്കേ തരുള്ളൂ. അബ്ബക്കന്നെ തീരെ കിട്ടാത്ത അതൊക്കെ അബ്ബാക്കാണ് ചക്കര. അവ തന്നാ നമ്മക്കൊരു അവ തന്നാ. അതൊക്കെ കുട്ടി നമ്മക്കൊരു അവ തന്നെ ഇതിൽ കൂടെ പോകും. അവ എവിടെ തരാ? അവ എവിടെ തരില്ലേ? ഒന്നുമില്ല, നീ പൊയ്ക്കോളാനി. അതൊക്കെ ഞാൻ ചോദിക്കണം ചക്കരേ. അതൊക്കെ ഞാൻ ചോദിക്കണം. 6 മണിയാകുമ്പോ തനിയെ ലൈറ്റ് വരുമല്ലേ? ഓക്കെ ഓട്ടോമേഷൻ ആണ് ഗൈസ്. അല്ല അപ്പൊ ഒരു അവ തരുമോ? ഒരവ വന്ന് നോക്കട്ടെ. ഒരവ വന്ന് കാണിച്ചു കൊടുക്ക്. നാണം കെടുത്തല്ലേ. ഒരു അവതാ അബ്ബാക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. മമ്മന്റെ പൊന്നി അവതരാനാണോ? അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട അബ്ബാക്ക്, കുറച്ച് കഴിഞ്ഞ് മതി. അല്ലാതെ കുട്ടി തരാഞ്ഞിട്ടല്ലേ കേട്ടോ. ഞാനിപ്പോ വേണ്ടാന്ന് കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് മുന്നേ അവളെനിക്ക് തന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ വേണ്ടാന്ന് അത് നീ കാണില്ല. അത് ഞാനും എന്റെ ലിറ്റിൽ പ്രിൻസസും തമ്മിലുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അതില് തേർഡ് പാർട്ടി മൂന്നാമതൊരാൾ ആവശ്യമില്ല. എന്താ വേണ്ടത്? ചീത്ത കുട്ടികൾ കരയല്ലേ? ഐഫൈ തന്നെ മമ്മന്റെ പൊന്ന്. നമുക്കൊരു ഐഫൈ തന്നാനീ. അതൊക്കെ തരും. നല്ല കുട്ടിയാണ്. കരയണ്ട കേട്ടോ. തൊട്ടേനും പിടിച്ചേനും കരച്ചിലാണ്. കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക്? ഉറങ്ങി എഴുന്നേക്കുമ്പോ പിന്നെ ചക്കര അടുത്ത് വേണമെന്ന് നിർബന്ധമാണ് അവൾക്ക്. ചക്കരയെ കണ്ടില്ലെങ്കിൽ അപ്പോഴീ കുട്ടി കരഞ്ഞിട്ടാണ് എഴുന്നേക്കുക. ഞാനിപ്പോൾ ഒന്നര ചിന്തിച്ച കാര്യം എന്താ അറിയോ? ഈ കുട്ടി എന്നും കരഞ്ഞിട്ടാണല്ലോ റബ്ബെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണത്. ചക്കര അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയാലും അങ്ങനെ തന്നെ, ഉച്ചക്കൊക്കെ ഉറങ്ങാൻ കിടത്തിയാലും അങ്ങനെ തന്നെ. ഇവിടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ചക്കരയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കരച്ചിലാണ്. നിങ്ങളെ കുട്ടികൾ അങ്ങനെയാണോ എന്നൊന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര ഇല്ലെങ്കിൽ ഒരു നിമിഷം വിട്ടേക്കാത്ത കുട്ടിയാണ്. അപ്പോൾ ഇവൾക്ക് ചക്കരയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴോ കരയും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കും. ഒക്കെ അവളെ എഴുന്നിട്ട് ഇങ്ങനെ കരച്ചിലാണ്. ഓരോ സമയം ഓരോ തോന്നലാണ്. എപ്പോഴും അവളിങ്ങനെ പൊക്കി മാനത്തേക്ക് എറിഞ്ഞോണ്ടിരുന്ന അവള് ഭയങ്കര ചിരിയാണ്. ഇപ്പൊ പോണം. അതാണ് മെയിൻ പരിപാടി. അതെ, അതിനുള്ളതാണ് ആ കാണിക്കണത്. ഇപ്പൊ കൊണ്ടുപോയി എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ മഗ്‌രിബിന്റെ നേരമായി. ഇപ്പൊ നല്ല നേരം വൈകി. ഇനി പോവാൻ നിക്കണ്ട. മനസ്സിലായില്ലേ? ഒറ്റയ്ക്കല്ല, ഞാനുണ്ടെങ്കിൽ ഈ നേരത്തിന് പോവാൻ നിക്കണ്ടാന്ന്. ശരിയാക്കും ഞാൻ. ഒരൊറ്റ കൊടുത്ത് എന്നാണ് ആ പറഞ്ഞതിന് ഒരു ഒറ്റ കൊടുത്തോ? ശരിയാക്കും. ഒറ്റ കൊടുക്ക്. ഇപ്പൊ തേച്ചിട്ടാട്ടോ. നബന്റെ അടുത്ത് പോയിക്കോട്ടോ. നബേ പുച്ചോ അടക്ക് എന്റെ കുട്ടി പോവും. അടക്ക് നല്ല കുട്ടിയാ. ശരിക്കും ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാപ്പ മരിച്ചിട്ട് ഇന്നലെ അല്ലേ 2 വർഷമാണ് അല്ലേ? ഇന്നലെ 13 പുലർച്ചെയാണ് വാപ്പ മരിക്കുന്നത്. അതായത് 12 അർദ്ധരാത്രി കഴിഞ്ഞിട്ട് 13 പുലർച്ചെയാണ് മരിക്കുന്നത്. അപ്പോൾ 60 മാസം വെച്ചിട്ടാണ് നമ്മളന്ന് പരിപാടി നടത്തിയതല്ലേ ചക്കരെ? ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ. അതിപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. അല്ലാ, 2 വർഷമൊക്കെ പോയ പോക്കി. എന്തായാലും എന്താ മരിച്ചെന്നാണ് തോന്നുന്നില്ല.
ഏതായാലും കബറൊക്കെ വിശാലാക്കി കൊടുക്കട്ടെ. അതെ, എന്താ കുറെ നേരമായിട്ട് ഇന്നിവിടെ ശബ്ദം കേൾക്കരുതേ. ഇനി എൻ്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്, പാട്ട് ഇവിടെ കേൾക്കരുത്. ഇനിയിവിടെ പാട്ട് കേൾക്കരുത്. ഓക്കെ ഓക്കെ. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ തോന്നും പിന്നെ അവളെ വഴക്ക് പറഞ്ഞത്. അതിനൊരു വിരല് വരാനുണ്ട് എൻ്റെ അടുത്തേക്ക്. അതിലൊരു വിരല് വരാനുണ്ട്. ഒറ്റ കൊടുത്തോ ഇപ്പൊ മാന്തി തരും. അതാണ് വേദന ഉണ്ടോ നോക്കിയിട്ടുണ്ടോ മുഖത്തേക്ക്. ഒറ്റ കൊടുക്കും. ഒറ്റ 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 എടുത്താണ്. ഒറ്റ നമുക്ക് വണ്ടിയിൽ പോയാലോ? വണ്ടിയിൽ പോകാനൊക്കെ ഭയങ്കര ക്രൈസാണ്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് കുറച്ച് മുന്നേ ഞാനും ചക്കരയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്ത് അറിയോ, ഇവളെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ പിന്നെ സ്കൂട്ടി എടുത്തോണ്ട്, സിനുവിന്റെ സ്കൂട്ടി എടുത്തോണ്ട് നേരെ ചെർപ്പുളശ്ശേരിയിൽ പോയി അല്ലേ. അപ്പോ എന്നെ കൊറേ ചവിട്ടുന്നുണ്ട്, കൊറേ ഉന്തിത്തള്ളി ഇടുന്നുണ്ട്. ഇവൾക്ക് എങ്ങനെയെന്നറിയോ, പന്തളിക്കാനുള്ള സ്ഥലം വേണം. അതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ കടക്കാനായാലും ഇരിക്കാനായാലും മുന്നില് ബാക്കിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചേർന്ന് ഇരിക്കല്ലേ. ദേഷ്യം വന്നിട്ട് കാക്കൂനെ അതിപ്പോ കിടക്കാനായാലും ഓൾക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് സ്കൂട്ടിയിൽ പോകുമ്പോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് തന്നെ. കൊറേ ഉന്തനുണ്ട്, കൊറേ തള്ളനുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചു വീഡിയോ ആയിരുന്നു ഇത്. ഒരു ഇല കയ്യിൽ കൊടുത്തപ്പോൾ അതിൻ്റെ കുരുത്തക്കേട് നിന്നു. ആ ഇല അതേപോലെ തന്നെ താഴത്തിടും ചെയ്തു. അതൊന്ന് എടുത്ത് കൊടുക്ക്. എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വേണം. ഇനി അടുത്തൊരു സാധനം അടുത്ത കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലിരിക്കണ സാധനം എന്ത് ചെയ്യും, അത് താഴത്തേക്കിടുകയും ചെയ്യും അല്ലേ. അതെ, ഈ ഇലയേക്കാളും ഒരു പടത്തൂക്കം മുന്നിലുള്ള സാധനമാണെങ്കിൽ മാത്രമേ അത് വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ആ സാധനം വാങ്ങത്തുമില്ല, ഇത് താഴത്തിടത്തുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മുട്ടിലിഴയിലും കാര്യങ്ങളൊക്കെ തകൃതിയിൽ ഇപ്പൊ നടക്കാനുണ്ട്. കോണിപ്പടി കയറാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സെറ്റിയിൽ കയറുന്നുണ്ട്. കയറാൻ അറിയാം, പക്ഷെ ഇറങ്ങാൻ അറിയില്ല. അതൊക്കെ ഇനി മെല്ലെ മെല്ലെ പഠിച്ചു വരത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റ പറയേ. ടാറ്റ കൊടുക്ക് ടാറ്റ. ടാറ്റ. ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ ടാറ്റ ടാറ്റ.